ഹലോ, നമ്മൾ ഇന്ന് 2025 ജെയ് സെഷൻ 1 പല ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ചിട്ടുള്ള പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പല ഷിഫ്റ്റുകളിലായിട്ട് ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റേജ് തന്നെയാണ് അത് 10 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇത് വേറെ ചാപ്റ്ററിലോട്ട് കണക്ഷൻ പോകുന്നുണ്ട്. നമുക്കറിയാം പി ബ്ലോക്ക് പോലെയുള്ള ചാപ്റ്ററിലോട്ടൊക്കെ കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിന്റെ ആ ചാപ്റ്ററിൽ കാണുകയും ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസിലോട്ട് അടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് രണ്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്, മാച്ച് ചെയ്യണം. പ്രോപ്പർട്ടീസ് ആറ്റത്തിനോട് അല്ലെങ്കിൽ അയോൺസിന്റെ ആ ട്രെൻഡിനോട് മാച്ച് ചെയ്യണം. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് ഇവന്മാരെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. നിങ്ങൾക്ക് അറിയാം അലൂമിനിയം എന്ന് പറഞ്ഞാൽ 13 അറ്റോമിക് നമ്പർ, ദെൻ മാഗ്നീഷ്യം 12, 11, 9. പക്ഷെ 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺ, 10 ഇലക്ട്രോൺ, 10 ഇലക്ട്രോൺ. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ നിങ്ങൾക്കറിയാം പോസിറ്റീവ് ചാർജ് കുറയുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് കൂടുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക? ആക്ച്വലി സംഭവിക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അറ്റോമിക് നമ്പർ കുറഞ്ഞു വരാം. അറ്റോമിക് നമ്പർ കുറഞ്ഞു വരാന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിലെ ചാർജ് കുറഞ്ഞു വരാം. പക്ഷെ ഇലക്ട്രോൺസ് എല്ലാത്തിനും ഈക്വൽ ആണ് ഇതിനും. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കുറയുമ്പോൾ ഇലക്ട്രോൺസ് സെയിം ആണെങ്കിൽ വിച്ച് മീൻസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇങ്ങോട്ടേക്ക് കുറഞ്ഞു വരും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇങ്ങോട്ടേക്ക് കുറയുമ്പോൾ ആക്ച്വലി എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുമ്പോൾ സൈസ് എന്ത് ചെയ്യും? കൂടും. അത് ഇവിടെ ഏറ്റവും സൈസ് കൂടിയത് F- ആണ്. പിന്നെ Na+, Mg2+, Al3+. അങ്ങനെയാണെങ്കിൽ ഇത് അയോൺസിന്റെ സൈസ് ഓർ അയോൺസിന്റെ റേഡിയ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ എന്റെ ആൻസർ എന്താണ്? 4 ആണ്. എന്റെ ആൻസർ 4 ആണെങ്കിൽ ഇത് രണ്ടും ഞാൻ സ്ട്രൈക്ക് ചെയ്തു. ദെൻ A4. ദെൻ ബിന്റെ ആൻസർ ഇതിൽ രണ്ടിലും 1 ആണ്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി B1 കണക്ട് ചെയ്യാം. അയണൈസേഷൻ എൻതാൽപ്പിയാണ്. കറക്റ്റ് ആണ്, കാരണം ബോറോണ് കാർബൺ. അയണൈസേഷൻ എൻതാൽപ്പി ജനറലി ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസസ് ആണെങ്കിലും അവിടെ എക്സെപ്ഷൻ വരുന്നുണ്ട്. കാരണം ബോറോൺ കാർബൺ ഇവിടെ കണ്ടോ, ഓക്സിജൻ നൈട്രജൻ. കാരണം നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ നൈട്രജന് ബുദ്ധിമുട്ടും ഓക്സിജന് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിട്ട് പോകുന്നതാണ്. ദെൻ അടുത്ത ഓപ്ഷനിൽ ഇനി ബോറോൺ, അലൂമിനിയം, മഗ്നീഷ്യം, അതേപോലെ തന്നെ പൊട്ടാഷ്യം. മെറ്റാലിക് ക്യാരക്ടറും ഉണ്ട്, ഇലക്ട്രോണെഗറ്റിവിറ്റിയും ഉണ്ട്. നമുക്ക് നോക്കാം ഏതാണ്. ആദ്യം ഇവരെ നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം. സോ ബോറോൺ 13ാമത്തെ ഗ്രൂപ്പിലാണ് ബോറോൺ. ദെൻ അലൂമിനിയം തൊട്ട താഴെ, ബോറോണിന്റെ താഴെ അലൂമിനിയം ഉണ്ട്. പിന്നെ ആരാടാ? മഗ്നീഷ്യം തൊട്ട് മുമ്പത്തെ ബെറീലിയം, മഗ്നീഷ്യം. ഓക്കെ, ദെൻ പൊട്ടാഷ്യം ഉണ്ട്. സോ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം. വി നോ ദാറ്റ് മെറ്റാലിക് ക്യാരക്ടർ ടോപ്പ് ടു ബോട്ടം കൂടും. മെറ്റാലിക് ക്യാരക്ടർ ടോപ്പ് ടു ബോട്ടം കൂടും. അതേപോലെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് മെറ്റാലിക് ക്യാരക്ടർ കുറയും. മെറ്റാലിക് ക്യാരക്ടർ കുറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത് പൊട്ടാഷ്യത്തിനായിരിക്കും. സോ ദ ഗ്രേറ്റർ വൺ ഈസ് പൊട്ടാഷ്യം. അപ്പോൾ പൊട്ടാഷ്യത്തിന്റെ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് മഗ്നീഷ്യം. കറക്റ്റാ, കാരണം സോഡിയം ഇവിടെ ഇല്ല. അപ്പൊ അടുത്തത് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിനേക്കാളും മെറ്റാലിക് ക്യാരക്ടർ കുറവാണ് ആർക്ക്? അലൂമിനിയത്തിന്. ആൻഡ് ബോറോൺ അതിനേക്കാളും കുറയും. അപ്പോൾ ഇവിടെ നോക്ക്, ബോറോണിനേക്കാളും കൂടുതലാണ് അലൂമിനിയം. ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും കൂടി, ഇങ്ങോട്ട് വരുമ്പോൾ കൂടുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ കൂടുന്നു. സോ ഡയഗണലി മെറ്റാലിക് ക്യാരക്ടർ കൂടും. അപ്പോൾ ഈ ട്രെൻഡ് മെറ്റാലിക് ക്യാരക്ടറിന് കറക്റ്റ് ആയി വരുന്നുണ്ട്. സോ അപ്പൊ ബിന്റെ ആൻസർ 2 കൊടുക്കാം. ആൻഡ് ഡിന്റെ ആൻസർ അപ്പൊ എന്തായിരിക്കും? ഇലക്ട്രോണെഗറ്റിവിറ്റി ആയിരിക്കും. ആ ട്രെൻഡും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സിലിക്കൺ, എവിടെയാണ് സിലിക്കൺ ഉള്ളത്? കാർബൺ ഫാമിലിയിലാണ് കാർബൺ, സിലിക്കൺ. ഫോസ്ഫറസ് എവിടെയുള്ളത്? നൈട്രജൻ, ഫോസ്ഫറസ്. സൾഫർ, ഓക്സിജൻ, സൾഫർ. ഫ്ലൂറിൻ, ക്ലോറിൻ. സോ ഇങ്ങോട്ടേക്ക് ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുന്നു. കറക്റ്റ് അല്ലേ? സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. സോ ഡിന്റെ ആൻസർ അപ്പം 3 ആണ് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, ഓപ്ഷൻ 1 ഈസ് അവർ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനോട്ട് നടക്കാം. Given below are 2 statements. So സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? ആൻ എലമെന്റ് ഇൻ ദ എക്സ്ട്രീം ലെഫ്റ്റ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഫോം അസിഡിക് ഓക്സൈഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്ട്രീം ലെഫ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളുടെ പീരിയോഡിക് ടേബിൾ എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഈ പീരിയോഡിക് ടേബിളിന്റെ എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് അവർ പൊസിഷൻ അല്ലെ? ഇതാണ് എക്സ്ട്രീം ലെഫ്റ്റ്, ഇതാണ് എക്സ്ട്രീം റൈറ്റ്. നമുക്കറിയാം ഇങ്ങോട്ടേക്ക് പോകുന്തോറും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടേക്ക് മെറ്റാലിക് ക്യാരക്ടർ കൂടുക ചെയ്യാം. യെസ് ഓർ നോ?
മെറ്റാലിക് ക്യാരക്ടർ ഇങ്ങോട്ടേക്ക് കൂടും. ഇവിടേക്ക് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുക. ജനറലി ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, മെറ്റൽ ഓക്സൈഡ്സ് ആർ ജനറൽ കാര്യമാണ്, മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് എന്ന് നമ്മൾ പറയാം. മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക്. എന്താ റീസൺ? സോ ഈ മെറ്റൽ ഓക്സൈഡ്സ് വാട്ടറിനിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസ് കിട്ടും. ഫോർ എക്സാമ്പിൾ Na2 മെറ്റൽ ഓക്സൈഡാണ്, വാട്ടറിനിട്ട് റിയാക്ട് ചെയ്ത് എന്താ കിട്ടുക? NaOH, ബേസ് കിട്ടുക. അപ്പോൾ എക്സ്ട്രീം ലെഫ്റ്റിൽ വരുന്ന ആൾക്കാർ ജനറലി ആൻ എലമെന്റ് ഇൻ ദ എക്സ്ട്രീം ലെഫ്റ്റ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഫോം അസിഡിക് ഓക്സൈഡ് അല്ല, മറിച്ച് എന്താണ്? ബേസിക് ഓക്സൈഡ് ആണ്. എക്സ്ട്രീം റേറ്റ് ആണെങ്കിൽ അത് കറക്റ്റാ. എക്സ്ട്രീം റേറ്റിൽ വരുന്നത് ഇപ്പോൾ Cl2O പോലെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, Cl2O7 പോലെയുള്ള ആൾക്കാരാണെങ്കിൽ വാട്ടറിനിട്ട് റിയാക്ട് ചെയ്ത HClO4 കിട്ടും. അതേപോലെ SO3 വാട്ടറിനിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ H2SO3 കിട്ടും. ദെൻ അതിൽ തെറ്റില്ലായിരുന്നു, പക്ഷെ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2, ആസിഡ് ഫോംഡ് ഡ്യൂറിംഗ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഓക്സൈഡ് ഓഫ് എ reactive element present in the extreme right of the periodic table. So extreme right എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഈ എക്സ്ട്രീം റൈറ്റിലുള്ള ഒരു ഓക്സൈഡ് ഫോർ എക്സാമ്പിൾ Cl2O7 ആണ്, അവൻ വാട്ടറിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് കിട്ടുന്നതാണ്. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ഓക്കെ, സോ അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസും സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ട്രൂ ആണ്. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഓക്കെ, ദെൻ സിമ്പിൾ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ NCERT തന്നെയാണ് അല്ലെ. ഈ നമ്മൾ ചെയ്ത 2 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് NCERT കിട്ടുന്നതാണ്, വല്ലാണ്ട് മേലൊക്കൊന്നും പോകുന്നില്ല. ഞാൻ അടുത്ത ക്വസ്റ്റ്യനോട് നടക്കാം. ദ എലമെന്റ് ദാറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു ദ സെയിം പീരീഡ് ഓഫ് ദ റിമൈനിങ് എലമെന്റ്സ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ. അതായത് ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതോ ഒരു എലമെന്റ് ഒരു വ്യത്യസ്ത പീരീഡിൽ വരുന്ന ആൾക്കാരാണ്, ബാക്കി എല്ലാവരും ഒരേ പീരീഡിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇറീഡിയം, ഓസ്മിയം, പ്ലാറ്റിനം, പലേഡിയം ഒക്കെ ഉണ്ട്. ആൻഡ് വി നോ ദാറ്റ് ഇവന്മാരൊക്കെ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. സോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ചാപ്റ്ററിനെ D&F ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പറയാം. അപ്പോൾ എലമെന്റ്സിനെ അറിഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ ഈ ക്വസ്റ്റ്യൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതിൽ എൻ്റയർ പീരിയോഡിക് ടേബിൾ അതിൽ ഏതൊക്കെ എലമെന്റ് എവിടെയൊക്കെ വരും എന്നുള്ളത് അറിഞ്ഞിരിക്കുക, അത് നല്ലതാണ്. സോ നല്ലതാണെന്നല്ല, അതിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് അപ്പോഴും ചോദിക്കാം. അപ്പോൾ എന്തായാലും പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിക്കാം. സോ ഇറീഡിയം, ഓസ്മിയം, പ്ലാറ്റിനം, പലേഡിയം. അപ്പോൾ ഞാൻ എൻ്റയർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഒരു 3D 4D 5D സീരീസ് എങ്കിലും ഒന്ന് എഴുതാൻ പോണ്. ഇവിടെ ഓഫ്കോഴ്സ് നമുക്കറിയാം ഇവിടെ 3D സീരീസിലൊന്നും ആരും ഇല്ല, എങ്കിലും നമുക്കൊന്ന് എഴുതാം അല്ലെ. ഇവിടെ ആരൊക്കെയാണ്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. നിങ്ങൾക്ക് പല രീതിയിൽ തോർത്ത് വെക്കാം. സ്കൂട്ടി വിക്രമൻ, ഫെക്കോനിക്കോസ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ അത് ആ രീതിയിൽ പഠിക്കാം. ഓക്കെ, ഞാൻ അടുത്തത് ഇട്രിയം, സിർക്കോണിയം, ഓക്കെ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എലമെന്റ്സ് നോക്ക്. ഇട്രിയം, സിർക്കോണിയം, നിയോബിയം, മോളിബിഡിനം, ടെക്നീഷ്യം, റുത്തീനിയം, റോഡിയം, പലേഡിയം, സിൽവർ, കാഡ്മിയം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, പലേഡിയം ഇവിടെ എടുക്കുന്നുണ്ട്. ഇതാണ് പലേഡിയം. യെസ് ആണോ? സോ പലേഡിയം ഇവിടെ എടുക്കുന്നുണ്ട്. വേറെ ആരും ഇവിടെ ഇല്ല. നോക്ക്, പ്ലാറ്റിനം ഇല്ല, ഇറീഡിയം ഇല്ല, ഓസ്മിയം ഇല്ല. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ ആരെന്നെ ആയിരിക്കും? പലേഡിയം തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഇവരുടെ സീരീസും കൂടെ വേണമെന്ന് എഴുതാം. അത് ആരൊക്കെ വരാം? ലാൻതനം, ആഫ്നിയം, ടാൻറ്റലം, ടങ്സ്റ്റൺ, റീനിയം, ഓസ്മിയം, ഇറീഡിയം, പ്ലാറ്റിനം, ഗോൾഡ്, മെർക്കുറി. കണ്ടോ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് അവർ ഓസ്മിയം, ദെൻ ഇറീഡിയം, പ്ലാറ്റിനം. കണ്ടോ, ഇവരൊക്കെ ഏത്? ഇത് 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ്. അതായത് ഇത് 4th പീരീഡ്, 5th പീരീഡ്, 6th പീരീഡ്. ഇവന്മാരെല്ലാവരും 6th പീരീഡിലാണ് വരുന്നത്. പക്ഷെ പലേഡിയം മാത്രം 5th പീരീഡിലാണ് വരുന്നത്. സോ പലേഡിയം ഈസ് ദ ഓഡ് വൺ ഔട്ട്. ഓക്കെ, ദെൻ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ട്രൂ അബൌട്ട് ദ പീരിയോഡിക് ടേബിൾ? ഓക്കെ, ഒരുപാട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ട്രൂ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് ആർ ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് വെയിറ്റ്. ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് ആർ ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് വെയിറ്റ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇത് അക്കോർഡിംഗ് ടു മോഡേൺ പീരിയോഡിക് ലോ എന്നോ മെന്റലി പീരിയോഡിക് ലോ എന്നൊന്നും പറഞ്ഞിട്ടില്ല.
ജസ്റ്റ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പീരിയോഡിക് ടേബിൾ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. മെന്റലി പീരിയോഡിക് ടേബിൾ അറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ എന്താണ് ഒരു തെറ്റാണ്, അല്ലെങ്കിൽ അതൊരു ഡീമെറിറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പൊ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ദ എലമെന്റ്സ് ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ഫംഗ്ഷൻ ഓഫ് ദയർ അറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞത് എന്താണ് തെറ്റാണ്. സോ ഇറ്റ്സ് നോട്ട് ട്രൂ. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഓക്കെ, ദെൻ അപ്പോൾ എ എന്തായാലും നമ്മുടെ ആൻസറിൽ വരും. അപ്പൊ എ ഇല്ലാത്ത ആൻസറുകളൊക്കെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് ആർ ഫംഗ്ഷൻ ഓഫ് ദയർ അറ്റോമിക് നമ്പർ. യാ, ദിസ് ഇസ് ട്രൂ. അപ്പം ബി ട്രൂ ആണ്. ബി നമ്മുടെ ആൻസറിൽ ഒരിക്കലും വരൂല. അത് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ രണ്ട് ആൻസറിലും ബി ഇല്ല. ദെൻ അടുത്തത് ദ എലമെന്റ്സ് ഹാവിംഗ് സിമിലർ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദ എലമെന്റ്സ് ഹാവിംഗ് സിമിലർ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർ അറേഞ്ച്ഡ് ഇൻ സെയിം പീരീഡ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ല, കാരണം സെയിം പീരീഡ് അല്ല, സെയിം ഗ്രൂപ്പ് ആണ്. സിമിലർ എലമെന്റ് ഹാവിംഗ് സിമിലർ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർ അറേഞ്ച്ഡ് ഇൻ സെയിം ഗ്രൂപ്പ് എന്ന് പറയാം. അതാണ് ഒരു ഗ്രൂപ്പിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ പീരീഡിന് ഒരിക്കലും ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയില്ല. അപ്പോൾ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് കോഴ്സ് എന്താണ്? തെറ്റാണ്. കാരണം ഗ്രൂപ്പിൽ വരുന്ന എലമെന്റിനാണ് നമുക്കൊരു സിമിലർ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയാൻ പറ്റും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഡി ആണ്. An element's location reflects the quantum number of the last filled orbital. അപ്പോ ഒരു എലമെന്റിന്റെ ലൊക്കേഷൻ വെച്ചിട്ട് ലാസ്റ്റ് ഫില്ല് ചെയ്ത ഓർബിറ്റലിന്റെ ക്വാണ്ടം നമ്പർ പറയാന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഒരു പരിധി വരെ അത് കറക്റ്റ് തന്നെയല്ലേ. കാരണം ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു എലമെന്റ് ആൽക്കലി മെറ്റൽ ആണെന്ന് വിചാരിച്ചു. ആൽക്കലി മെറ്റൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ പോയി ചെല്ലുന്നത് എവിടെയായിരിക്കും? എസ് ഓർബിറ്റലായിരിക്കും. അപ്പോൾ എസ് ഓർബിറ്റൽ ആണെങ്കിൽ നമുക്ക് ആ എസ് ഓർബിറ്റലിന്റെ ക്വാണ്ടം നമ്പർ, അതായത് ഒരു എലമെന്റ് ഗ്രൂപ്പ് 1 നമുക്ക് ആ എലമെന്റിന്റെ ഈ പറയുന്ന ക്വാണ്ടം നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് അവിടെ അവന്റെ പീരിയഡ് നമുക്ക് അറിയാമെങ്കിൽ അവിടെ നമുക്ക് വീണ്ടും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, ദെൻ അപ്പോൾ പ്രോബബ്ലി ഇത് അറിയാമെങ്കിൽ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് മൊത്തം, അതായത് ഈ ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ അടുത്തത് the number of elements in a period is same as the number of atomic orbitals available in. Okay, option E കൂടി നമുക്ക് നോക്കാം. The number of elements in a period. ഒരു പീരിയഡിലുള്ള എലമെന്റ്, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഫസ്റ്റ് പീരീഡിൽ 2 എലമെന്റ് ഉണ്ട്, ദെൻ സെക്കൻഡ് പീരീഡിൽ 8 എലമെന്റ് ഉണ്ട്, തേർഡ് പീരീഡിൽ 8 എലമെന്റ് ഉണ്ട്, ഫോർത്ത് പീരീഡിൽ 18 എലമെന്റ് ഉണ്ട്. ഇതൊക്കെ നമുക്കറിയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ the number of element in a period is same as the number of atomic orbitals available in energy level that is being filled. തെറ്റാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ 1s മാത്രമാണ്, അവൈലബിൾ ഓർബിറ്റൽ 1. പക്ഷെ അവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിന്റെ ഇരട്ടി, അവിടെ 2 എലമെന്റ്സ് ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, ഹീലിയം ഉണ്ട്. ഇതിന്റെ ഇരട്ടി എലമെന്റ്സ് ഉണ്ട്. എത്ര അറ്റോമിക് ഓർബിറ്റൽ ആണോ ഉള്ളത് അതിന്റെ ഇരട്ടിയാണ് അവിടെ ഉണ്ടാവുന്ന എലമെന്റ്. ഇപ്പൊ നമ്മൾ സെക്കൻഡ് പീരീഡ് നോക്കുമ്പോൾ സെക്കൻഡ് പീരീഡിൽ 2s ഉണ്ട്, അതേപോലെ തന്നെ ഏതുണ്ട്? 2p ഉണ്ട്. ഇവിടെ ഒരു ഓർബിറ്റൽ, ഇവിടെ 3 ഓർബിറ്റൽ, ടോട്ടൽ 4. സോ 4 × 2 8. അതായത് അവിടെയുള്ള ടോട്ടൽ നമുക്ക് ആ ഓർബിറ്റലിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടുത്തെ നമ്പർ ഓഫ് എലമെന്റ്സ്, അല്ലാണ്ട് നമ്പർ ഓഫ് ഓർബിറ്റൽസ് അല്ല. ദാറ്റ്സ് വൈ ദിസ് ഓപ്ഷൻ ഇ ഈസ് ഓൾസോ റോങ്. അപ്പൊ ഏതൊക്കെ റോങ്? എ റോങ് ആണ്, സി റോങ് ആണ്, ഇ റോങ് ആണ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നടക്കാം. ദ സക്സസീവ് 5 അയണൈസേഷൻ energies of element are 800, 2427 and 3658 and 25,024 and ഇവിടെ ഇത്രയും തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി. ബൈ യൂസിംഗ് ദ അബോവ് വാല്യൂസ് predict the value in which the above element is predict the group in which the above element is present. ഇത് നമുക്ക് കുറെ സക്സസീവ് അയണൈസേഷൻ എന്താൽപ്പി തന്നിട്ട് ഈ പറയുന്ന പെർട്ടിക്കുലർ എലമെന്റ് ഏത് ഗ്രൂപ്പിലാന്ന് ചോദിച്ചു. ഇറ്റ്സ് വെരി സിമ്പിൾ. കാരണം നമുക്കറിയാം ദ കോൺസെപ്റ്റ് ഈസ് വെരി സിമ്പിൾ. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എങ്കിൽ ഈ ന്യൂക്ലിയസിന് ഒരുപാട് ഓർബിറ്റൽസ് ഇവിടെ ഉണ്ട് വിചാരിച്ചോ. ഓക്കെ, ദെൻ ഇവിടെ നമ്മളുടെ വാലൻസിൽ ഇവിടെയൊക്കെ ഇലക്ട്രോൺസ് ഉണ്ട് ആൻഡ് ഇവിടെയൊക്കെ കുറെ ഇലക്ട്രോൺസ് ഉണ്ട്. വാലൻസിൽ ഒരു 2 ഇലക്ട്രോൺ ആണുള്ളെങ്കിൽ നിങ്ങൾക്കറിയാം ഈ വാലൻസിൽ ഇലക്ട്രോൺ നമുക്ക് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. സോ വൺസ് ഈ 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് ഒരു 3ാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ഞാനൊരു ഇന്നർ ഓർബിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യേണ്ട അയണൈസേഷൻ എന്താൽപ്പി ഈസ് വെരി 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 ഹൈ.
സോ അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പിയിൽ ഒരു ബിഗ് ജമ്പ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ബിഗ് ജമ്പിന് മുൻപ് വരെ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് വാലൻസ് ചെയ്തും ആ ബിഗ് ജമ്പ് നമുക്ക് കാണാൻ പറ്റും എപ്പോൾ ഒരു വലിയൊരു അയണൈസേഷൻ എൻതാൽപ്പിയിൽ വലിയൊരു ജമ്പ് ഉണ്ടാകുമ്പോൾ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ദിസ് ഇസ് ദ വാല്യൂ 800 ആണ് ഇവിടുത്തെ വാല്യൂ. അപ്പോൾ ഇവിടുത്തെ വാല്യൂ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, ഇത് അബൌട്ട് ഒരു 3 ടൈംസ് കൂടിയിട്ടുണ്ട്. ആൻഡ് ആയിക്കോട്ടെ, ഒരു ചെറിയൊരു വ്യത്യാസം തന്നെ ഇവിടേക്കുള്ളൂ. പക്ഷെ ഇവിടെ നോക്ക്, ഈ ഒരു 1000 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ നിന്ന് പെട്ടെന്ന് ഒരു 10,000 റേഞ്ചിലോട്ട്, അതായത് ഒരു അപ് ടു 8 ടൈംസ് ഒരു ഇൻക്രീസ് ഇവിടേക്ക് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഔട്ടർ ഇലക്ട്രോൺസും ഇവന്മാര് മുതൽ അങ്ങോട്ടേക്ക് ഇന്നർ ഇലക്ട്രോൺസും ആണ്. ഇത് ഇന്നർ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇവിടെ വാലൻസിലുള്ള നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ആയിട്ട് എടുക്കാം. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ 3 ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കടാ, ഗ്രൂപ്പ് 2 2 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവുക. ഗ്രൂപ്പ് 4 ആക്ച്വലി ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ns2 np2. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ns2 np2 അല്ല, ns2 n-1 d2. ഇതാണ് ഗ്രൂപ്പ് 4ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ആൻഡ് ഗ്രൂപ്പ് 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ns2 ആൻഡ് np2. അപ്പൊ ഇതൊന്നും അല്ല ഗ്രൂപ്പ് 13. ഇറ്റ് ഇസ് ns2 ആൻഡ് np1. ഇവിടെ 3 വാലൻസ് ഇലക്ട്രോൺ ഉള്ളത്. സോ 3 വാലൻസ് ഇലക്ട്രോണേ നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ളൂ. സോ ദ ആൻസർ ഇസ് ഗ്രൂപ്പ് 13. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. The incorrect decreasing order of atomic radii is incorrect ആണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, കറക്റ്റ് അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരോ ഓർഡർ എടുത്ത് പരിശോധിക്കാൻ പോവാണ്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന എലമെന്റിനെ നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഏകദേശം ഒരു അറേഞ്ച്മെന്റിൽ ആക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സിലിക്കൺ, ഫോസ്ഫറസ്, ക്ലോറിൻ, ഫ്ലൂറിൻ. സോ ഫ്ലൂറിൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഫ്ലൂറിന്റെ താഴെയാണ് ആരുള്ളത്? ക്ലോറിൻ ഉള്ളത്. ആൻഡ് ഇവിടെ അടുത്തത് ഓക്സിജൻ, സൾഫർ വരിക. പക്ഷെ ഇവർ രണ്ടാളും നമ്മളെ ഈ ഓർഡറിൽ ഇല്ല, പക്ഷെ അവിടെ കിടന്നോട്ടെ. ഓക്കെ, ഞാൻ അടുത്തതുള്ളത് ഫോസ്ഫറസ് ആണ്. ദിസ് ഇസ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ്. സിമിലർലി കാർബൺ ആൻഡ് സിലിക്കൺ. അപ്പൊ നമ്മുടെ ഓർഡറിലുള്ള ഒരുവിധ എല്ലാ ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ട്രെൻഡ് നോക്കുമ്പോൾ ഫ്ലൂറിനേക്കാളും സൈസ് കൂടുതലാണ് ക്ലോറിന്, തർക്കമില്ല. അപ്പൊ ഇത് കറക്റ്റാണ്, അതായത് ഈ ഓർഡർ കറക്റ്റ് ആണ്, ഇവിടെ വരെ കറക്റ്റ് ആണ്. ഫ്ലൂറിനേക്കാളും സൈസ് കൂടുതലാണ് ക്ലോറിന്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ജനറലി പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് സൈസ് കൂടും, അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് സൈസ് എന്ത് ചെയ്യും? കുറയും, സൈസ് കുറയും. അപ്പോൾ ക്ലോറിൻ ആയിരിക്കും ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത്, അതിനേക്കാളും വലുതായിരിക്കും ഫോസ്ഫറസ്, അതിനേക്കാളും വലുതായിരിക്കും സിലിക്കൺ. സോ ഈ ഓർഡർ കറക്റ്റ് ആണ്. സോ ഇത് നമ്മുടെ ആൻസർ ആയിട്ട് വരൂല, നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് ആണ്. യെസ് ആണ്. അപ്പോൾ ഇവരെ ഞാൻ മാറ്റി നിർത്തി. ഇനി അടുത്തതുള്ളത് ബെറീലിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ. സോ ബെറീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, അലൂമിനിയം, ബെറീലിയത്തിന് താഴെയാണ് ആര് വരുന്നത്? മഗ്നീഷ്യം വരുന്നത്. ആൻഡ് ബോറോൺ, അലൂമിനിയം, ബോറോൺ, അലൂമിനിയം, ദെൻ കാർബൺ, സിലിക്കൺ. ഓക്കെ, ദെൻ ടോപ്പ് ടു ബോട്ടം സൈസ് എന്ത് ചെയ്യും? കൂടും, സൈസ് കൂടും. ദെൻ ഇവിടേക്ക് സൈസ് എന്ത് ചെയ്യും? കുറയും, സൈസ് കുറയും. അതായത് ബെറീലിയത്തിനേക്കാളും സൈസ് ഉണ്ടാവും മഗ്നീഷ്യത്തിന്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? മഗ്നീഷ്യത്തിനേക്കാളും സൈസ് ബെറീലിയത്തിന് ഉണ്ടെന്നാ. അവിടെ തന്നെ അത് തെറ്റിയില്ലേ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ ആലോചിക്കുക, അവിടെ വല്ല എക്സെപ്ഷനോ കാര്യങ്ങളോ വരുന്നുണ്ടോ? ഇല്ല. നമുക്കൊരു ഇവിടെയാണ് ബോറോൺ ഫാമിലിയിൽ എക്സെപ്ഷൻ വരുന്നുണ്ട്. ബോറോൺ, അലൂമിനിയം, അതും ഗാലിയം അലൂമിനിയം തമ്മിലാ. അല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും സൈസ് കുറഞ്ഞ ആള് സിലിക്കൺ ആയിരിക്കാം. അല്ല, സിലിക്കൺ അല്ല, ഏറ്റവും സൈസ് കുറഞ്ഞ ആള് ബെറീലിയാണ്. ബിക്കോസ് ഇവിടെ ഇവൻ സെക്കൻഡ് പീരീഡ് എലമെന്റ്. അപ്പൊ ബെറീലിയം, ദെൻ പിന്നെ സിലിക്കൺ, അലൂമിനിയം, മഗ്നീഷ്യം. ഓക്കെ, അങ്ങനെ വരിക. അപ്പൊ ഈ ഓർഡർ തെറ്റിപ്പോയി. ഇനി ബാക്കിയുള്ള ഓർഡറും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് നോക്കാം. ഇവിടെ എന്താ തെറ്റ്? അലൂമിനിയത്തിന്റെ സൈസ് ബോറോണേക്കാളും കൂടുതലാണ്, തർക്കമില്ല. ഫ്ലൂറിനേക്കാളും സൈസ് കൂടുതലുണ്ടാവും നൈട്രജനേക്കാളും സൈസ് കൂടുതലുണ്ടാവും ബോറോൺ. അത് കറക്റ്റ് ആണ്. ഇനി ഓക്സിജൻ അങ്ങോട്ടേക്ക് പോകണം അല്ലെ? ഓക്സിജനേക്കാളും സൈസ് കാർബൺ ഉണ്ട്. ദെൻ ഇവന്മാരെ അടുത്ത പീരീഡിലാണ് വരുന്നത്. ഓഫ് കോഴ്സ് അലൂമിനിയം, ദെൻ മഗ്നീഷ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ 3ഉം 4 ഒക്കെ കറക്റ്റ് ആണ്. ഓപ്ഷൻ 2 ഇസ് ദ ഇൻകറക്റ്റ് വൺ. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8 പോവാം. ഇത് January 28 ഷിഫ്റ്റ് 2ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ അഗെയിൻ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, 2 സ്റ്റേറ്റ്മെന്റുകൾ. ഓഫ് കോഴ്സ് നമുക്കറിയാം, ഒരു ഇനോർഗാനിക് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, സ്റ്റേറ്റ്മെന്റുകൾ.
ട്രെൻഡുകൾ, അസേഷൻ റീസണുകൾ. ഓക്കെ, സോ ഇത് ഒരു പരിധി വരെ എന്താ പറയാ, നല്ല പഠിച്ച ഒരാൾക്ക് ഇറ്റ്സ് വെരി സിമ്പിൾ. ബട്ട് അതർവൈസ് ഇറ്റ് മേക്ക് സം കൺഫ്യൂഷൻ. കാരണം നമുക്കറിയാം ഇനോർഗാനിക് കെമിസ്ട്രി ആണ് ജെയിന്റെ, ഈവൻ മെയിൻസിന്റെ ആണെങ്കിലും അഡ്വാൻസിന്റെ ആണെങ്കിലും കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു എന്താ പറയാ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. കാരണം ഫിസിക്കലിനോ അല്ലെങ്കിൽ ഓർഗാനിക്കോ നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ദെൻ ഇറ്റ്സ് നമ്മളെ കൂടെ പറ്റുന്നതാണോ പറ്റാത്തതാണോ പെട്ടെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് എല്ലാവർക്കും പറ്റും. കാരണം നമുക്ക് എപ്പോഴും ഇതിന് ആൻസേഴ്സ് ഉണ്ടാവും. ദെൻ അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് NCERT ഒക്കെ വായിക്കാം. ഇപ്പോൾ മെയിൻസിനെ സംബന്ധിച്ച്, നമ്മൾ ഈ വരുന്ന മെയിൻസിനെ സംബന്ധിച്ച് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ് നമുക്ക് പറയാനുള്ളത് സോ ഇറ്റ്സ് മോർ ഓവർ തന്നെ ഒരു NCERT ലെവൽ തന്നെയാണ്, വല്ലാണ്ട് കയറി പോകുന്നൊന്നുമില്ല. ഓക്കെ, ദെൻ അടുത്തത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2. According to law of octave, the elements, നമുക്ക് എന്താ ചോദിച്ചുള്ളത്, in the above statement choose the correct answer. Okay, choose the correct answer. So according to the law of octave എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മ്യൂസിക് ലോ, നമ്മളുടെ ഒക്ടേവിന്റെ ലോ ഓഫ് ഒക്ടേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എവറി എയ്ത്ത് എലമെന്റിന്റെ പ്രോപ്പർട്ടീസ് ആർ സിമിലർ ടു എന്താണ് നമ്മളുടെ ഫസ്റ്റ് എലമെന്റ് നമുക്ക് പറയാം. ദെൻ ഒക്ടേവ് മുതൽ നമ്മളുടെ ഇവിടെ വരെ ഇത് ഡൊബറൈനർ, ഈവൻ ഡൊബറൈനർ ട്രയാഡ്സ് ഓൺവേർഡ്സ് നമ്മൾ ഈ ലോതർ മെയർ അതേപോലെ തന്നെ മെന്റലി വരെ പറയുന്നത് മൊത്തം അറ്റോമിക് വെയിറ്റ് ബേസ് ചെയ്തിട്ടാണ്. അവിടെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്, അക്കോർഡിംഗ് ടു ലോ ഓഫ് ഒക്ടേവ് ദ എലമെന്റ്സ് വെയർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദയർ അറ്റോമിക് നമ്പർ എന്നാണ് പറയുന്നത്. സോ അപ്പോ ഈ ന്യൂലാൻസിന്റെ ലോ ഓഫ് ഒക്ടേവ് അറ്റോമിക് നമ്പർ ബേസ് ചെയ്തിട്ടല്ല, അത് അറ്റോമിക് വെയിറ്റ് ആണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് ആക്ച്വലി. ഓക്കെ, ദെൻ സ്റ്റേറ്റ്മെന്റ് 2ക്ക് പോകുമ്പോൾ മേയർ അഥവാ ലോത്തർ മേയർ ഒബ്സർവ്ഡ് പീരിയോഡിക്കലി റിപ്പീറ്റഡ് പാറ്റേൺ upon plotting physical properties of certain elements against their respective atomic number. Again atomic number എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത് മോഡേൺ പീരിയോഡിക് ലോ ഓൺവേർഡ്സ് ആണ്. അതുവരെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ എവിടെയും ഒരു ക്ലാസിഫിക്കേഷൻ അവർ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ബിക്കോസ് സബറ്റോമിക് പാർട്ടികൾ അത് കണ്ടുപിടിച്ചില്ല. സബറ്റോമിക് പാർട്ടികൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞൊരു ഒരു പ്രോപ്പർട്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഫ്രീ ആറ്റം. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഓൾസോ റോങ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ് എന്ന് കൊടുക്കേണ്ടി വരും. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് അടക്കാം. An element E has the ionization enthalpy value of 374 kilojoule per mole. E react with element A, B, C and D with the electron gain enthalpy values of minus 328, minus 349, minus 325 and minus 295 kilojoule per mole respectively. The correct order of the products EA, EB, EC and ED in terms of ionic character. So basically this question ഒരു combined question ആണ്. ഒന്നുമില്ല, കമ്പയർഡ് പറയണ്ട. കെമിക്കൽ ബോണ്ടിങ്ങിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ അയണൈസേഷൻ എൻതാൽപ്പി കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെയും കൂടി എടുത്തത് മാത്രം. ബോണ്ടിങ് വെച്ചിട്ട് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സോ എന്ത് ചെയ്യുന്നാലും നമുക്ക് പറയാം. സോ ഈ എന്ന് പറയുന്ന എലമെന്റിന്റെ അയണൈസേഷൻ എൻതാൽപ്പി നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ്സ് 374 കിലോജൂൾ പെർ മോൾ. വേറെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്, എ ബി സി ഡി ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് അവരെ എടുക്കാം. സോ ആദ്യം ഒരു കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, ആരാണ് അയണിക് ബോണ്ട് നന്നായിട്ട് ഉണ്ടാക്കുക. സോ അയണിക് കോമ്പൗണ്ട് ആരാണ് ഉണ്ടാക്കുക? അയണിക് കോമ്പൗണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല അയണിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ നല്ല അയണിക് ബോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ദ എലമെന്റ് ഹാവിങ് എന്താണ്, ലോ അയണൈസേഷൻ എൻതാൽപ്പി പ്ലസ് ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള ആൾക്കാരാണ് നല്ല അയണിക് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുക. ബിക്കോസ് ദിസ് ഈസ് ദ പാരാമീറ്റർ. ദെൻ ലാറ്റിസ് എന്ന് പറഞ്ഞ പാരാമീറ്ററും കൂടി ഉണ്ട്. പക്ഷെ ലാറ്റിസ് നമ്മൾ കൺസിഡർ ചെയ്യാതെ നമ്മൾ പറയണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, ആരാണ് അയണിക് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുക. സോ ദ അയണിക് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് from elements having low ionization enthalpy and high negative electron gain enthalpy. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ടേബിളിന്റെ എക്സ്ട്രീം ലെഫ്റ്റിലുള്ള എലമെന്റ്സ്
ഹാവിങ് എന്താണ് നമുക്ക് പറയാം ലോ അയണൈസേഷൻ എൻതാൽപ്പിയാണ്. ആൻഡ് എക്സ്ട്രീം റൈറ്റിലുള്ള എലമെന്റ്സ് ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. അപ്പൊ ആൽക്കലി മെറ്റൽസും ഹാലജൻസും നന്നായിട്ട് അയണിക് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കും നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ പറയുന്ന ലോ അയണൈസേഷൻ എൻതാൽപ്പി, ബട്ട് ഹിയർ ഇ എന്ന് പറയുന്ന എലമെന്റ് ഫിക്സഡ് ആണ്, അതുകൊണ്ട് പേടിക്കാനില്ല, ഇവനെ നോക്കണ്ട. ഞാൻ അടുത്ത് നമ്മൾ നോക്കേണ്ടത് ആർക്കാണോ ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അവന്റെ അയണിക് ബോണ്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ. സോ അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുന്നത് ദ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് അവർ ബി. അപ്പോൾ ഈ ബി ഈസ് മോർ അയണിക്. then the next position goes to ആരാണ് നമ്മളുടെ എക്ക് പോകും. അപ്പൊ ഈ എ വരും. then അടുത്തത് 325 ആണ്, അതാരാണ് സി ആണ്. സോ ഇറ്റ് ഇസ് ഇ സി then ED and this is the right order. then അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഇറ്റ്സ് വെരി സിമ്പിൾ. then വലിയ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ തോന്നുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. January shift to January 29 shift 2 ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The type of oxide formed by the element among lithium, sodium, beryllium, magnesium, boron and aluminum that has the least atomic radii is. സോ അപ്പോൾ ഈ പറയുന്ന തന്നിരിക്കുന്ന എലമെന്റിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ആർക്കാണ് ലീസ്റ്റ് അറ്റോമിക് റേഡിയസ് എന്ന് സെലക്ട് ചെയ്യണം. ദെൻ അവിടുന്ന് അവൻ ഉണ്ടാക്കുന്ന ഓക്സൈഡ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഏതൊക്കെ എലമെന്റ്? ദിസ് ഇസ് ലിത്തിയം. ലിഥിയത്തിന്റെ താഴെയാണ് ആര് വരുന്നത്? സോഡിയം വരുന്നത്. ആൻഡ് ബെറീലിയം, അതിന്റെ താഴെയാണ് ആര് വരുന്നത്? മാഗ്നീഷ്യം. ദെൻ ബോറോൺ, അലൂമിനിയം. ഇതിൽ ആർക്കാണ് സൈസ്? ടോപ്പ് ടു ബോട്ടം സൈസ് കൂടുന്നു. ദെൻ ഇങ്ങോട്ടേക്ക് സൈസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ ഇവിടെ ഏറ്റവും സൈസ് കുറഞ്ഞ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവന്മാരെക്കാളും സൈസ് ഇവർക്കായിരിക്കും കുറവ്. ദെൻ അതിൽ തന്നെ ബോറോൺ ഈസ് ദ സ്മോളർ വൺ. അപ്പൊ ലീസ്റ്റ് അറ്റോമിക് റേഡിയ ആർക്കാണ് ഉണ്ടാവുക? ബോറോൺ. ഇനി ബോറോണിന്റെ ഓക്സൈഡ് എങ്ങനെ സെലക്ട് ചെയ്യുക? ബോറോണിന്റെ വാലൻസ് എത്രയാണ്? 3. സോ ബോറോണിന്റെ വാലൻസ് ഇട്ട് ഓക്സിജൻ കൊടുക്കുക. ഓക്സിജന്റെ വാലൻസ് എത്രയാണ്? 2. അതെടുത്ത് ബോറോൺ കൊടുക്കുക. സോ ദിസ് ഇസ് B2O3. ആൻഡ് ഇവിടെ ആ പറയുന്ന എലമെന്റിനെ ഒരു സിംബോളിക്കലി എ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ A2O3 is the right answer. So option 2 is the right one. Option 2 is the right one. Okay, then നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നടക്കാം. January 29 shift 2 ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വാല്യൂ ഓഫ് first 4 group 15 elements are given below. Choose the correct value for the element that is a main component of apatite family. And this question is from P block element എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം. ബിക്കോസ് P block എലമെന്റിലാണ് ആരാണ് അപ്പറ്റൈറ്റ് ഫാമിലിയിലെ മെയിൻ കോമ്പണന്റ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 15 എലമെന്റ്സ് ആണ് ആരൊക്കെയാണ്? ദിസ് ഇസ് നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. സോ ഇതില് അപ്പറ്റൈറ്റ് ഫാമിലിയിൽ കാണുന്നത് ഫോസ്ഫറസ് ആണ് അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഫ്ലൂറോ അപ്പറ്റൈറ്റ്. അപ്പോൾ ഈ അപ്പറ്റൈറ്റ് ഫാമിലി പി ബ്ലോക്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരാളാണ്. സോ അപ്പറ്റൈറ്റ് ഫാമിലിയിൽ ഉണ്ടാവുക ഫോസ്ഫറസ് ആണ്. അപ്പോൾ ഫോസ്ഫറസിന്റെ അയണൈസേഷൻ എന്താൽപ്പി വാല്യൂസ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇവിടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് വാല്യൂ ഫോർ ദ എലമെന്റ് ഇൻ ദ മെയിൻ കോമ്പണന്റ് ഓഫ് അപ്പറ്റൈറ്റ് ഫാമിലി. ദ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി വാല്യൂ ഓഫ് ഫസ്റ്റ് 4 ഗ്രൂപ്പ് 15 എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. അതാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ തന്നിട്ടുള്ള വാല്യൂസിന് ഞാൻ സെലക്ട് ചെയ്യണം. ഇവിടെ നോക്ക്, അയണൈസേഷൻ എന്താൽപ്പി ജനറലി ടോപ്പ് ടു ബോട്ടം അയണൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യും? കുറയും. അതിന് ഇവിടെ കാര്യത്തൊക്കെ എക്സെപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കണ്ട. ബിക്കോസ് ഫസ്റ്റ് 4 എലമെന്റ് ആണ്, ബിസ്മത്ത് ഇല്ല. ഓക്കെ, ദെൻ ഇവിടെയൊക്കെ ടോപ്പ് ടു ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വാല്യൂ ഏതാടാ? 1402. പിന്നെ കുറച്ച് കുറയും, ഇറ്റ്സ് 1012. ആർസനിക്കിൻ്റെ 947. ഇവിടെ 834. അപ്പൊ ഫോസ്ഫറസിന്റെ വാല്യൂ ഏതാണ്? 1012. അതായത് ഇവിടെ നമുക്ക് ഉള്ളത് ആക്ച്വലി അപ്പറ്റൈറ്റ് ഫാമിലി ആരാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാണ്. അപ്പൊ നമുക്കറിയാം ഫ്ലൂറോ അപ്പറ്റൈറ്റ്, അതേപോലെ തന്നെ ക്ലോറോ CaX2 വരുമ്പോൾ അവിടെ CaF2 ആണെങ്കിൽ ഫ്ലൂറോ അപ്പറ്റൈറ്റ്. ദെൻ ക്ലോറോ അപ്പറ്റൈറ്റ് ഉണ്ട്, CaCl2. അപ്പോൾ .CaCl2. അപ്പോൾ ഈ പറയുന്ന അപ്പറ്റൈറ്റ് ഫാമിലിയിൽ ആരാണ് ഉള്ളത് എന്നാണ് Ca9 PO4 6 times dot CaF2 or CaCl2 or CaOH twice ഒക്കെയാണ് ഈ അപ്പറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉള്ളത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ദെൻ നമുക്ക് വീണ്ടും അടുത്ത ഒരു ചാപ്റ്റർ ആയിട്ട് കാണാം. അതുവരെ ബൈ. So all the best for your future JEE examination. So we'll do that.